യഥാർത്ഥത്തിൽ മഞ്ജു വാര്യർ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഡയലോഗാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് എ ജോക്ക് ഇൻ ഇന്ത്യ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ആശയത്തിനെതിരായി പ്രതികരിക്കുന്നവരെ, ആശയത്തിനെതിരായി സംസാരിക്കുന്നവരെ അവരെയെല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ഒന്നിക്കൽ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ സംഘശക്തി ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ എമ്പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിനെതിരെ തൂലിക എഴുതിയതിൻ്റെ പേരിൽ, ചലിപ്പിച്ചതിൻ്റെ പേരിൽ പുസ്തകം പോലും എഴുതാതിരിക്കാൻ തക്ക രൂപത്തിലേക്ക് സാഹിത്യകാരന്മാർ മാറിയ നാടാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമായ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലൊരു സിനിമ വന്നപ്പോൾ, ഗുജറാത്തിൽ നടന്നത് വംശഹത്യയാണെന്നും അവിടെ ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായ ഹിന്ദു തീവ്രവാദി ആ കൊലപാതകത്തിന് നേരിട്ട് നേതൃത്വം കൊടുക്കുകയും അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയും എല്ലാ കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ നാടോട് വിളിച്ചു പറഞ്ഞ ഒരു തീവ്രവാദിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തപ്പോൾ സ്വാഭാവികമായും അത് RSSന് പൊള്ളി എന്നുള്ളതാണ്, സംഘപരിവാറിന് പൊള്ളി എന്നുള്ളതാണ്, BJPക്ക് പൊള്ളി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതിനെ ഈ രൂപത്തിലേക്കുള്ള ക്രിറ്റിസൈസ് ചെയ്തത്. അതിൻ്റെ അണിയറ പ്രവർത്തകന്മാർക്കെതിരെ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടവർക്കെതിരായി വലിയ രൂപത്തിലുള്ള കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയി. സോഷ്യൽ മീഡിയയിൽ അത് ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ അവരുടെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി, അവരുടെ ED എന്ന് പറയുന്നത്, അതോ IT എന്ന് പറയുന്നത്, ചിലപ്പോൾ NIA ഉൾപ്പെടെ, കാരണം പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിദേശ ബന്ധം കൂടി ഇതിനകത്ത് യുവമോർച്ചയുടെ നേതാക്കന്മാർ ആരോപിക്കുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിലൊരു കാര്യം പറയാനുള്ളത്, ഇത് മോഹൻലാലും മുരളി ഗോപിയും പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ആളുകൾ അതിൻ്റെ പുറകിൽ, പക്ഷേ ഇതിനകത്ത് നമ്മുടെ ദുൽഖർ സൽമാനോ ആസിഫ് അലിയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ ഒക്കെ വന്നെങ്കിൽ ഇവരുടെ വീടിൻ്റെ പടിക്കലേക്ക് EDയും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സും ഒക്കെ മാർച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് പോലും സംഘപരിവാറിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വേദികളിലും പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരത്തിൽ അവർ കടന്നാക്രമണം നടത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ മാപ്പ് പറയുന്നു എന്നുള്ളതാണ്. ശ്രീ മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ ഈ RSSൻ്റെ ഈ തിട്ടൂരത്തിന് മുമ്പിൽ ഭയപ്പെട്ട് മാപ്പ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സർവർക്കർ പോലും നാണിച്ചു പോകുന്ന അവസ്ഥയിലാണ്. സംഘപരിവാറിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തൻ്റെ നട്ടെല്ല് പണയം വെക്കേണ്ട ആവശ്യം കേരളത്തിൽ മോഹൻലാലിനില്ല. മോഹൻലാലിൻ്റെ പടം, പൃഥ്വിരാജിൻ്റെ പടം ഈ നാട് നെഞ്ചേറ്റിയ ഒരു പടമാണ്. ഇതിനകത്ത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നതല്ലേ മോഹൻലാലിനെ റദ്ദാക്കുന്നതിനേക്കാൾ ഉചിതം? ആരോടാണ് ഈ ഫൈറ്റ്? അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു മൈറ്റി സ്റ്റേറ്റും സ്റ്റേറ്റിന്റെ അപ്പാരറ്റസുകളും അതിന്റെ ഏജൻസികളും ഡീപ് സ്റ്റേറ്റും അപ്പാടെയാണ്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വ്യക്തി നടത്തുന്ന പോരാട്ടം എന്നുള്ളതിനപ്പുറത്ത് നിൽക്കുന്നത് എന്താണ് എന്നുള്ള ബോധ്യം കൂടി നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത്രയും നട്ടെല്ല് വളക്കണമെങ്കിൽ ഈ സിനിമ എടുക്കണ്ടല്ലോ. ഈ സിനിമയുമായി പ്രമേയവും ഇതിൻ്റെ പ്രമേയവും അതുമായി ബന്ധപ്പെട്ട പ്രിവ്യൂവും ഒക്കെ, അഭിനയവും ഇതിൻ്റെ സംവിധാനവും ഒക്കെ ഇവർക്കൊക്കെ നന്നേ ബോധ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ബോധം അവർക്കുണ്ടെങ്കിൽ അവർ പിന്നെ സിനിമ എടുത്തതിന് ശേഷം ഇത്രയേറെ ചർച്ച ചെയ്യാൻ ശേഷം അത് കട്ട് ചെയ്യാനും മാപ്പ് പറയാൻ പോകണോ? അത്ര നട്ടെല്ലിൽ ഈ സിനിമ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെല്ലാം പ്രമേയമുണ്ട്. RSSനെയും സംഘപരിവാറിനും ഭയമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് മാപ്പ് പറയേണ്ട ആവശ്യം? അങ്ങനെയാണ് കോൺഗ്രസുമായി പരാമർശം. ജയിക്ക് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിൽ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയ പടമാണ്. അപ്പോ മോഹൻലാലിന്റെ തന്നെ നിർമ്മാണ പങ്കാളിത്തമുള്ള ആശീർവാദ് സിനിമാസിന് കൂടി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. അപ്പോൾ സ്വന്തം കയ്യിലെ പണം മുടക്കി മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എടുത്തിട്ട് സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് ഇതുപോലൊരു പ്രമേയം മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കലാകാരന്മാർ പൃഥ്വിരാജും മോഹൻലാലും കൈകാര്യം ചെയ്തു. ശരി, കടുത്ത സാമൂഹ്യ സമ്മർദ്ദത്തിൽ അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളതല്ലാതെ സിനിമ പിൻവലിച്ചിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ പറ്റുകയുമില്ല. അപ്പൊ അവര് സ്വന്തം ഇതുവരെയുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടി മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു പണമെടുക്കുമ്പോ അവരെ ഈ പ്രമേയം ഇന്ത്യൻ മുഖ്യധാരയിൽ വേറെ ഏത് മുഖ്യധാര സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്? സമാന്തര സിനിമകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതല്ലാതെ മുഖ്യധാര സിനിമ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യൻ മുഖ്യധാരയിൽ ഇങ്ങനെ ഒരു സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ ഈ വിഷയം കൈകാര്യം ചെയ്തതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ അഭിനന്ദിച്ചല്ലോ, ഞങ്ങൾ അതിന് പൂർണ്ണ സപ്പോർട്ട് ചെയ്തല്ലോ. ഈ സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിനകത്ത് അതിശക്തമായ ഒരു പിന്തുണ നമ്മൾ കൊടുത്തല്ലോ. ഇത് സാമൂഹ്യ സമ്മർദ്ദമല്ല. എന്ത് സാമൂഹ്യ സമ്മർദ്ദം? സംഘപരിവാരത്തിന്റെ തീവ്രവാദികൾ ഒരു സിനിമക്കെതിരായി ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തുമ്പോൾ അത് സാമൂഹ്യ സമ്മർദ്ദമാണോ? സംഘപരിവാറിനെ നമ്മുടെ സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സകല ഏജൻസികളും ഉണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞാണല്ലോ. അതല്ലേ പ്രതീഷ് വിശ്വനാഥൻ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞത് ഏജൻസികളെ കുറിച്ചാണ്.
അല്ല, അതെ ഞാൻ പറഞ്ഞു ആ ഏജൻസികളെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കലാകാരൻ മോഹൻലാലിനെ പോലെ പൃഥ്വിരാജിനെ പോലെ ഒരു കലാകാരന്മാർക്കെതിരായി അത്തരത്തിലുള്ള നിലപാടുമായി ഈ BJP-യുടെ ഉമ്മാക്കിയുമായി ഈ ഇഡിയും അതോടെ BD ഒക്കെ വന്നാൽ ഈ നാട് അവരോട് ഒപ്പം നിൽക്കില്ലേ? മോഹൻലാലിനെയും പൃഥ്വിരാജും നെഞ്ചേറ്റില്ലേ? അവർക്ക് വേണ്ടി തെരുവിലിറങ്ങില്ലേ? അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്ത കേരളത്തിൽ പറ്റുമോ? ഇതെന്താ ഉത്തർപ്രദേശോ, ഇതേതാ UP-യോ, അല്ലെങ്കിൽ ഇത് ഗുജറാത്താണോ? ഇത് മഹാരാഷ്ട്രയാണ്, ഇത് കേരളല്ലേ? ഇത് മതനിരപേക്ഷതക്ക് പേരുകെട്ട നാടല്ലേ? അങ്ങനെ ഇവർ ഭയപ്പെടുത്തിയാൽ അങ്ങ് ഭയപ്പെട്ടു പോവോ? അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന നാടാണ് കേരളം. കേരളത്തിലെ നടനല്ലേ മോഹൻലാൽ? മോഹൻലാൽ ഇക്കാലം അത്രയും പിന്തുണച്ചത് സംഘപരിവാറും RSS ആണോ? ആണല്ലോ. ഈ നാട്ടിലെ മലയാളി പ്രേക്ഷകരാണ് മോഹൻലാലിനെയും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർക്ക് പിന്തുണ കൊടുത്തത്. ആ നാട്ടിനകത്ത് അവർക്ക് അന്തസ്സോടുകൂടി നട്ടലോടുകൂടി ആർജവത്വത്തോടുകൂടി ഈ സിനിമയെ മുമ്പോട്ട് പോയി ഒരു ചുക്കും ചെയ്യാൻ ഈ സംഘപരിവാർ സാധിക്കില്ല. അതിന്റെ മുമ്പിൽ, പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ അതിന്റെ പേര് സമ്മർദ്ദത്തിന്റെ പേരിൽ വല്ലാതെ ഭയപ്പെടുന്ന രൂപത്തിലേക്ക് മോഹൻലാലിനെ പോലെ അത് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് മാറി എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ വ്യക്തിത്വത്തിന് അവർ കോട്ട സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സിനിമ എടുത്തതിൽ ഇത്തരത്തിൽ ആർജവത്വത്തോടുകൂടി ആ സിനിമ എടുക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെ ആർജവത്വത്തോടുകൂടി ഈ കേരളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി പൃഥ്വിരാജിനെയും മോഹൻലാലിന്റെയും ഈ മുരളി ഗോപിയുടെ ഉൾപ്പെടെയുള്ള പിറകിൽ ഈ നാട് നിന്നിട്ടില്ലേ? ആരാണ് ഇവർ തള്ളി പറഞ്ഞത്? ഈ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകളല്ലാതെ ആരെങ്കിലും ഇവർക്കെതിരായി വന്നിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ അന്തസ്സോടുകൂടി നട്ടലോടുകൂടി നിന്നാൽ ഈ കേരളം ഈ സിനിമയെ അവരെടുത്ത മുതൽ മുടക്കിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപയ്ക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഈ നാട് ആ സിനിമയെ നെഞ്ചേറ്റുമായിരുന്നു. ഒരു തർക്കവും അഭിലാഷം വേണ്ട. ശരി.